അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അർശിന്റേതായിരിക്കുന്ന താഴ്ഭാഗത്ത് ഒരു സ്ഥാനം കൊടുക്കും. അവിടെ നമ്മുടെ ഉപ്പ വന്നിരിക്കും, ആദം നബി അലൈഹിസ്സലാം. അവിടെ വന്നിരുന്നു കൊണ്ട് പച്ച ഡ്രസ്, 2 ഡ്രസ് ധരിച്ചുകൊണ്ട്, പച്ച നിറത്തിനാലുള്ള 2 ഡ്രസ്സും ധരിച്ചുകൊണ്ട്, അതേ നമ്മുടെ പിതാവ് ആദം നബി അലൈഹിസ്സലാം അർശിന്റെ താഴ്ഭാഗത്ത് വളരെ പ്രത്യേകമായി അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥാനത്ത് വന്നിരിക്കും. എന്നിട്ട് തന്റെ മക്കളെ നോക്കുകയാണ്, അതേ എന്നെയും നിങ്ങളെയും നോക്കുകയാണ്. ഖിയാമത്ത് നാൾ വരെയുള്ള തന്റെ മക്കളെ നോക്കുകയാണ്. ആരൊക്കെയാണ് സ്വർഗത്തിലേക്ക്, ആരൊക്കെയാണ് നരകത്തിലേക്ക്? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ പറയുകയാണ്, ആ പച്ച വസ്ത്രം ധരിച്ചുകൊണ്ട് ആ പിതാവതായിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഓരോരുത്തരും അതാ ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിസ് സഈർ. ഒരു കൂട്ടര് സ്വർഗത്തിലേക്ക്, മറ്റൊരു കൂട്ടര് നരകത്തിലേക്ക്. ഇങ്ങനെ അതാ തെളിച്ചുകൊണ്ട് മലക്കുകൾ പോകുമ്പോൾ അതാ ചില വ്യക്തികൾ പോകുന്നു. ഒരു വ്യക്തി അതാ കടന്നു പോകുന്നു. ആരാണെന്നറിയോ? മിൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് സ്വലാത്തിന്റെ ഉറക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബിയുടെ സമുദായത്തിൽപ്പെട്ട വ്യക്തിയാണ് ആ കടന്നു പോകുന്നത്. നരകത്തിലേക്കാണ് അവനെ കൊണ്ടുപോകുന്നത്. അപ്പോഴേ വാപ്പ അവിടെ ഇരുന്നിട്ട് വിളിക്കുകയാണ്, യാ അഹ്മദു, യാ അഹ്മദ്, യാ അഹ്മദ്. ഓ മോനെ അഹ്മദേ, മോനെ മുഹമ്മദേ, മോനെ ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. വിളി കേട്ടുകൊണ്ട് മഹാനായ ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ വിളി കേട്ടുകൊണ്ട് പറയും, ലബ്ബൈക യാ അബൽ ബശർ. ഓ മനുഷ്യ പിതാവേ, ഓ എന്റെ ഉപ്പ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിതാവിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലും. പിതാവിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ പിതാവ് ആദം നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് പറയും, ഹാദാ റജുലുൻ മിൻ ഉമ്മത്തിക മുൻദരകും ബിഹി ലന്നാർ. മോനെ അഹ്മദേ, നിന്റെ സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ അതാ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നു. നിന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ അതാ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന മോനെ, ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ആദം നബി അലൈഹിസ്സലാം പ്രവാചകൻ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചു പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് കേട്ടയുടനെ ആ മലക്കുകളുടെ പിന്നാലെ പായുകയാണ്. ഈ മനുഷ്യനെ തന്റെ സമുദായത്തിൽപ്പെട്ട, തന്റെ ഉമ്മത്തിൽപ്പെട്ട ഈ വ്യക്തിയെ ഒന്ന് രക്ഷിക്കാൻ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുക, നാളത്തെ അവസ്ഥ, ഖിയാമത്ത് നാളിന്റെ അവസ്ഥയിൽ വിശദീകരിച്ച് ഇങ്ങനെ പറയുമ്പോൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ തന്റെ അരമുണ്ട് ഇങ്ങനെ മുറുക്കി ഉടുത്ത്, എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നല്ല രീതിയിൽ വൃത്തിയായിട്ട് ആ കാര്യം ചെയ്തെടുക്കാൻ എത്ര ത്യാഗപ്പെട്ടും ചെയ്യാൻ വേണ്ടി നാം ഇറങ്ങുന്നത് പോലെ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മലക്കുകളുടെ പിന്നാലെ ഈ മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി ഓടും. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു